മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, തനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനും അവൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അതിനുവേണ്ടി പ്രാചീന കാലത്തു തന്നെ മനുഷ്യൻ പല മാർഗങ്ങളും അവലംബിച്ചിരുന്നു. രാജാക്കന്മാർ നാനാദിക്കിലേക്ക് ദൂതന്മാരെ അയച്ച് ആ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. അതുപോലെ പലതരം മാർഗങ്ങളിലൂടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് പണ്ടത്തെ മനുഷ്യർ ശ്രമിച്ചു എന്നതിന് പല തെളിവുകളും കണ്ടെത്താൻ നമുക്ക് കഴിയും. മനുഷ്യജീവിതം പുരോഗമിച്ചപ്പോൾ അവൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തി. കടലാസ്, അച്ചടി എന്നിവയുടെ കണ്ടുപിടുത്തത്തോടെ പത്രം നിലവിൽ വന്നു. പത്രത്തിന്റെ പ്രചാരം നാടുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കുവാനും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. നീണ്ട ഒരു കാലഘട്ടം വരെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആശ്രയിച്ചത് പത്രങ്ങളെ മാത്രമായിരുന്നു. മനുഷ്യന്റെ ഭാവനയുടെയും സാങ്കേതിക വിദ്യയുടെയും മികവുകൊണ്ട് പല പുതിയ മാധ്യമങ്ങൾക്കും രൂപം കൊടുക്കാൻ കഴിഞ്ഞു. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി റേഡിയോ കണ്ടുപിടിക്കപ്പെട്ടു. റേഡിയോ വന്നതോടുകൂടി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാതെ കേട്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞു. ടിവിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നതോടൊപ്പം ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യവും ലഭിച്ചു. പിന്നീട് ഇന്റർനെറ്റിന്റെ കണ്ടെത്തലായി. നെറ്റിലൂടെ ലോകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും അറിയാൻ കഴിയും എന്ന നില വന്നു. ആധുനിക മനുഷ്യന് വിവിധ മാധ്യമങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്നും ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാധ്യമം പത്രം തന്നെയാണ്. മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് പത്രത്തിനുള്ള മേന്മയാണ് ഇതിനു കാരണം. പത്രത്തിന്റെ പരിമിതികൾ റേഡിയോയും ടിവിയും പരിഹരിച്ചുവെങ്കിലും പത്രം നൽകുന്ന അമിതമായ സൗകര്യത്തെ കടത്തിവെട്ടാൻ മറ്റു മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പത്രം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വായിക്കാൻ കഴിയും. മറ്റു മാധ്യമങ്ങൾ വാർത്തകൾ അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു വാർത്തയുടെ വിശദമായ വിവരം അറിയുന്നതിന് നാം ആശ്രയിക്കുന്നത് പത്രത്തെയാണ്. ഈ സൗകര്യം മറ്റു മാധ്യമങ്ങൾക്കില്ല. ടിവിയിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് കൂടുതൽ അധ്വാനവും ചെലവും വരുത്തിവെക്കുന്നു. എന്നാൽ പത്രം വായിച്ച് കാര്യം മനസ്സിലാക്കുന്നതിന് അധികമായ ഒരു ഊർജത്തിന്റെയും ആവശ്യമില്ല. എല്ലാ മാധ്യമങ്ങളുടെയും നിലനിൽപ്പിന്റെ ഘടകം പരസ്യം തന്നെയാണ്. മറ്റു മാധ്യമങ്ങളെ പോലെ അത്ഭുതകരമായ പരസ്യം നൽകാൻ പത്രത്തിന് കഴിയില്ല എന്നത് ശരിയാണെങ്കിലും പത്രം വഴിയുള്ള പരസ്യം ഇന്നും സജീവമായി നിലനിൽക്കുന്നു. മാത്രമല്ല, മറ്റു മാധ്യമങ്ങളെ ഉപേക്ഷിച്ച് പത്രത്തിലൂടെയുള്ള പരസ്യത്തിന് ചെലവ് കുറവാണ്. എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന ലക്ഷ്യം കാര്യങ്ങൾ അറിയുക എന്നതാണ്. വാർത്തകൾ അറിയുന്നതോടൊപ്പം വായനക്കാരെ രസിപ്പിക്കുന്നതിനുള്ള പലതും ഇന്ന് പത്രത്തിലുണ്ട്. അതിനാൽ ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം പത്രമാണെന്ന് തീർത്തു പറയാം.